ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് 65 ആണ് കേട്ടോ. ക്യാമറ പിടിച്ചു തരാനൊന്നും ആരുമില്ല, ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പം എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇതിന് വേണ്ടി 1/2 കിലോ ബീഫാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് പാകത്തിന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 6 or 7 വിസിൽ വരുവോളം നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ബീഫ് ഇതുപോലെ വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ബീഫിൻ്റെ നാരരച്ച് ഞങ്ങളൊക്കെ അങ്ങനെ പറയാം, നിങ്ങളൊക്കെ എന്താ പറയാമെന്ന് അറിയില്ല. അങ്ങനെ ആ ഭാഗം നോക്കിയെടുക്കണം. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 6 or 7 വിസിൽ വരുവോളം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. തീരെ കനം കുറച്ച് കട്ട് ചെയ്യണ്ട, ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ ജീരകവും കൂടെ ചതച്ചെടുത്തത് 1 ടീസ്പൂൺ ആട്ടോ ഞാൻ ഇട്ടത്. പിന്നെ 2 ടീസ്പൂണ് കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് നിങ്ങളെ ഇഷ്ടത്തിന് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യട്ടെ. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഉപ്പ് പാകത്തിന്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, പിന്നെ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഏതെങ്കിലും ഒന്ന് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. അതിനുശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് ഇതുപോലെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം നല്ലോണം കൂട്ടിയിടരുത്, തീരെ കുറച്ചും വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്ത് കോരാൻ. ഇതൊരുവിധം വെന്ത് വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഈ ഒരു പാകമാകുമ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം, ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.